കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടെ ഒന്ന് അടിച്ചാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡിനെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷവർമയാണ്. അത് പെപ്പർ ചിക്കൻ ഷവർമ. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെപ്പർ ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ ആദ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൺലെസ് ചിക്കനാണ്. ഞാൻ ഇവിടെ 1/2 kg ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ടൈനി പീസ് ഇട്ട് കട്ട്, നമുക്ക് എത്രത്തോളം ചെറിയ പീസ് കട്ട് ചെയ്യാമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ നമുക്കൊരു ഇതുപോലത്തെ ഒരു ബേസിലേക്ക് മാറ്റാം. അപ്പം ഞാനിപ്പോൾ 1/2 kg എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കണം. പിന്നെ വേണ്ടതൊരു മുട്ടയാണ്. ഒരു ലേശം മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് പെപ്പറാണ്. പെപ്പർ എരിവിനനുസരിച്ചാണ്, ഞങ്ങളിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതിൽ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മുളക് പൊടി ഇടുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് നല്ല ചെറിയൊരു പുളിപ്പ്, നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ച് ഈ മിക്സും കൂടെ നല്ല തേച്ച് കൊടുക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇത് നമുക്കിനി ഒരു 15 മിനിറ്റ്സോളം ഒന്ന് റെസ്റ്റിന് വെക്കണം. നമുക്കപ്പോഴത്തേക്കും ബാക്കി ഇതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷവർമയുടെയൊക്കെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു 2 തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിയണം. പിന്നെ ക്യാബേജ് ആണ്. തക്കാളി സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ക്യാബേജ് മസ്റ്റാണ്. ക്യാബേജാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്യാബേജ് ഇതുപോലത്തെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഇതാണ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയില. നമ്മൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, അങ്ങനത്തെ ക്യാപ്സിക്കം, അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ആ ചിക്കൻ ഒന്ന് ഫ്രൈ എടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കണം. നമുക്ക് ഓയിൽ ഇട്ടെടുക്കാം. എണ്ണ നല്ല തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. പെപ്പർ ചിക്കൻ നമുക്ക് ആ പെപ്പറിന് ഫ്ലേവർ കിട്ടണം. അപ്പം നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അറക്കാനിടാം. ഇതിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം നമ്മൾ ഈ മസാല ഇട്ടിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് ഒരു സൈഡ് വന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ഫ്രൈ പോലെ നമ്മൾ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കണമില്ല, കുറച്ച് ചെയ്യണം. നമ്മളതുകൊണ്ടാണ് വേറെ കോൺഫ്ലവറും അരിപ്പൊടിയും ചേർക്കുന്നത്. ഇതിനൊന്ന് തിരിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഡീപ്പ് ഫ്രൈ വേണ്ട നമുക്ക്.
എല്ലാ സൈഡൊന്നും നല്ലോണം വേവിക്കണം. ഇനി ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. വീണ്ടും കുറച്ച് പെപ്പർ വേണം. ഇത് പെപ്പർ മയണൈസ് ആണ്. ഇതിനി നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. ഇത് ചിക്കൻ്റെ എല്ലാ പോർഷനിലേക്കും നമ്മൾ മാക്സിമം എത്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഷവർമയുടെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കണം. അതായത് നമ്മൾ ചിക്കനിൽ മാക്സിമം ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒന്ന് കുബൂസിലേക്ക് ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഇത് കുബൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുബൂസ് അതിലേക്ക് നമ്മുടെ ഈ പെപ്പർ മയണൈസ് തേക്കണം. പെപ്പർ മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഞാനിത് ഉണ്ടാക്കിയതാണ്. നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇഷ്ടംപോലെ തന്നെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെപ്പർ മയണൈസ് ആയി. അത് കുറച്ച് മധുരം കിട്ടാനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലിങ് ആഡ് ചെയ്യണം അതിൻ്റെ അതിലേക്ക്. ഞങ്ങൾ ഇപ്പം തന്നെ കഴിക്കാൻ പോകുന്നതുകൊണ്ട് മറ്റേ ഞങ്ങൾ ഓയിൽ പേപ്പറിൽ പൊതിയൊന്നുമില്ല, ജസ്റ്റ് റോൾ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഉപ്പൂസ് റോൾ ചെയ്തിട്ട് കഴിച്ചു തുടങ്ങാം. ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നേരെ കമ്പനിക്കാരും ഇല്ല ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് എക്സ്ട്രാ മയണൈസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി, സോസ് മുക്കേണ്ടവർക്ക് സോസ് നോക്കി കഴിക്കാം. ഞാൻ പക്ഷേ കടലേക്കാളും നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു സുഖം നമുക്ക് കടയിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.